വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമായിരുന്നു താൻ 4ാം വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് നടൻ ബാല പ്രഖ്യാപിച്ചത്. ഇനിയും തനിക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, മനസ്സമാധാനം വേണം, തന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്നായിരുന്നു ബാലയുടെ വാക്കുകൾ. ഇതോടെ ആരായിരിക്കും ബാലയുടെ വധു എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി. ഇത്തവണ ഒരു നടിയായിരിക്കും ബാല വിവാഹം കഴിച്ചേക്കുക എന്ന അഭ്യൂഹങ്ങളും ഇതോടെ ഉയർന്നു വന്നു. എന്നാൽ ഇതിനോടൊന്നും താരം പ്രതികരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ മുറപ്പെണ്ണ് കൂടിയായ കോകിലയെ ബാല മിന്നുകെട്ടിയത്. എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹത്തിന്റെ ചടങ്ങുകൾ. 3ാം ഭാര്യ എലിസബത്തുമായി പിരിഞ്ഞതിന് പിന്നാലെ തന്റെ നാട്ടിലേക്ക് ബാല ഒരു യാത്ര നടത്തിയിരുന്നു. അന്നാണ് ആദ്യമായി ബാല തന്റെ മാമന്റെ മകൾ കൂടിയായ കോകിലയെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയത്. നാട്ടിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയ്ക്കൊപ്പമായിരുന്നു കോകിലയെ കുറിച്ച് പറഞ്ഞത്. ഇത് തന്റെ മുറപ്പെണ്ണുണ്ടാക്കിയ ഭക്ഷണമാണ്, 3 വയസ്സ് മുതൽ അവളെ താൻ എടുത്തു നടന്നതാണെന്നാണ് ബാല പറഞ്ഞത്. ഇതിന് പിന്നാലെ വീണ്ടും കോകിലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊരു ഫോട്ടോ ബാല പങ്കുവച്ചു. എന്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല, എന്റെ കൃതജ്ഞതയായി അതിനെ പരിഗണിക്കുക. 16 വർഷത്തിന് ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു. അതിനർത്ഥം ഞാൻ എന്റെ ഭൂതകാലം മറന്നു എന്നല്ല എന്ന വാക്കുകളോടെയായിരുന്നു ആ ഫോട്ടോ ബാല പങ്കുവച്ചത്. ഇതോടെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും അതിനോടും ബാല പ്രതികരിച്ചിരുന്നില്ല. അടുത്തിടെ ബാലയുടെ മുൻ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ബാല ലിവിംഗ് റിലേഷനിൽ കഴിയുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. മുൻ ഭാര്യയുടെ സഹോദരിയും ബാല ഇപ്പോൾ ലിവിംഗ് റിലേഷനിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞിരുന്നു. നടന്റെ വീഡിയോകളിൽ കോകില ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെ കോകിലയാണോ അതെന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ആരാധകരുടെ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ് ബാല. തനിക്ക് 250 കോടിയുടെ സ്വത്തുകൾ ഉണ്ടെന്നാണ് ബാല നേരത്തെ വെളിപ്പെടുത്തിയത്. ഈ സ്വത്തുകൾക്ക് അവകാശികൾ വേണമെന്നാണ് ബാല പറഞ്ഞത്. കോകിലയെ വിവാഹം കഴിച്ചതോടെ ഇനി ബാലയുടെ സ്വത്തുകൾ കോകിലയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് പിന്നാലെ സഹോദരങ്ങളും അമ്മയും ചേർന്ന് തനിക്ക് എഴുതി തന്ന സ്വത്തിനെ കുറിച്ച് ബാല മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 250 കോടി സ്വത്ത് എന്ത് ചെയ്യണമെന്നത് താൻ തീരുമാനിക്കും. ചിലപ്പോൾ പാവപ്പെട്ട കുറെ പേരുടെ കല്യാണം നടത്തും, അല്ലെങ്കിൽ ആശുപത്രി കെട്ടുമെന്നൊക്കെയാണ് നടൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉടൻ തന്നെ നിയമപരമായി വിവാഹം കഴിക്കും. കുഞ്ഞ് ജനിച്ചാൽ മാധ്യമ പ്രവർത്തകർ കാണാൻ ഒരിക്കലും വരരുത് എന്നൊക്കെയാണ് ബാല കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പലരിൽ നിന്നും തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നതായും ബാല പറഞ്ഞിരുന്നു. ഭീഷണി കോളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നടൻ പ്രതികരിച്ചിരുന്നു. അതേസമയം നടൻ നിരന്തരം തന്റെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങളുമായി സോഷ്യൽ മീഡിയയിലോ യൂട്യൂബ് ചാനലുകളിലോ വരുന്നത് പതിവാണ്. മുൻ ഭാര്യ അമൃതയും മകളും തമ്മിലുള്ള വിഷയമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ചർച്ചയായത്. അമൃതയുമായി വേർപിരിഞ്ഞതിന് ശേഷം നടൻ ഡോക്ടർ എലിസബത്തിനെയായിരുന്നു വിവാഹം കഴിച്ചത്. ആ ബന്ധവും വേർപെടുത്തിയ ശേഷമാണ് ഇപ്പോൾ മുറപ്പെണ്ണായ കോകിലയെ നടൻ വിവാഹം കഴിച്ചത്. കോകില എന്റെ സ്വന്തക്കാരിയാണ്. 2 പേരും പെട്ടെന്ന് സെറ്റായി, അതാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ താൻ പൂർണ്ണമായും സന്തോഷവാനാണെന്നാണ് ബാല പറഞ്ഞത്. എന്റെ സ്വന്തക്കാരിയാണ്, തമിഴ്നാട്ടുകാരി, പേര് കോകില. ഇത് അവസാനമല്ല, തുടക്കമാണ്. അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കാം. കഴിഞ്ഞ 1 വർഷമായി എന്റെ ജീവിതം ആരോഗ്യകരമായി പോകുന്നു. നല്ല ഭക്ഷണം, മരുന്ന്, ഉറക്കം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ തനിക്കൊരു ആഗ്രഹം തോന്നി, ഒരു തുണ വേണമെന്ന്. അങ്ങനെയാണ് താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. 2 പേർക്കും സന്തോഷവും സമാധാനവുമാണെന്നും നടൻ വ്യക്തമാക്കി. കോകിലയുടെ വളരെ നാളായുള്ള ആഗ്രഹം കൂടിയായിരുന്നു ഈ വിവാഹമെന്നും ബാല കൂട്ടിച്ചേർത്തു. കർണാടക സ്വദേശിയായ പെൺകുട്ടിയായിരുന്നു ബാല ആദ്യം വിവാഹം കഴിച്ചത്. ഇതിനു പിന്നാലെ 2010 ഗായിക അമൃത സുരേഷിനെ നടൻ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ അവന്തിക എന്ന മകളുമുണ്ട് നടന്. 2019 അമൃതയുമായി ബാല വേർപിരിയുന്നത്. വിവാഹ മോചനത്തിന് ശേഷവും അമൃതയ്ക്കെതിരെ പലപ്പോഴായി ബാല രംഗത്തെത്തിയിട്ടുണ്ട്. 2021 ബാല 3ാമത് വിവാഹം കഴിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.